ഹലോ, നമസ്കാരം. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഷൈജേച്ചിയുടെയും റിയേച്ചിൻ്റെയും വാലായിരുന്നു ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. അവരെന്ത് ചെയ്യുമ്പോഴും, അവർ മുറ്റമടിക്കുമ്പോഴും ദോശയ്ക്ക് അരി ആട്ടുമ്പോഴും എല്ലാം എപ്പോഴും ആ പരിസരത്ത് ഞാനിങ്ങനെ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. എൻ്റെ ഫാമിലി അല്ലെങ്കിലും എൻ്റെ ഫാമിലിയാണ്. എൻ്റെ സ്വന്തം ചേച്ചിമാർ തന്നെയാണ് അവർ കേട്ടോ. അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു 3ലോ 4ലൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഭയങ്കര സ്നേഹത്തോടെ, ആരാധനയോടെ, കൗതുകത്തോടെയൊക്കെ കണ്ടിരുന്ന ചേച്ചിമാരായിരുന്നു. അതേ ഫീലോടെ പിന്നെ എനിക്കൊരു ചേച്ചിയെ കിട്ടുന്നത് ഗീത ചേച്ചിയിലാണ്. ഗീത ചേച്ചിയുടെ പിറന്നാളിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാട്ടോ അത്. തലേ ദിവസമാണ് കേട്ടോ ഗീത ചേച്ചി എന്നോട് പറയണത്, നാളെ സമയം ഉണ്ടെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് 12 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കേക്ക് കിട്ടുമെന്ന്. ചേച്ചി പറഞ്ഞാൽ സമയമില്ലെങ്കിൽ ഞാൻ സമയം ഉണ്ടാക്കും കേട്ടോ. രാത്രിയാണ് ഞാൻ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. വലിയ പെർഫെക്ഷനൊന്നുമില്ല, പക്ഷെ എനിക്ക് ചേച്ചിക്ക് കേക്ക് കൊടുക്കണം, കൊടുത്തേ തീരുള്ളൂ. അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ സമയത്തിന് എനിക്ക് കേക്ക് അവിടെ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ചില ആൾക്കാരുടെ വാക്കിലും പെരുമാറ്റത്തിലൊക്കെ നമുക്ക് ഒരുപാട് സ്നേഹം തോന്നില്ലേ? അവർ ഒരു സ്നേഹത്തിൻ്റെ മറ്റൊരു പേരായിട്ടൊക്കെ എനിക്ക് ശരിക്കും അങ്ങനെയാണ് ചേച്ചിയെ തോന്നാറുള്ളത്. ഒരു എംബ്രേസ്മെൻ്റ് മാതിരി. ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് എന്നെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് സ്നേഹവും അടുപ്പമൊക്കെ കാണിക്കുമ്പോൾ ഗീത ചേച്ചിയെ പോലത്തെ ഒരു ചേച്ചിയായിട്ട് അവരുടെ കൂടെ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത്. അത്രയധികം എന്നെ ഇൻസ്പയർ ചെയ്യുന്ന, എനിക്ക് എൻ്റെ ഉള്ളിൽ റോൾ മോഡലാക്കിയിട്ടുള്ള സ്നേഹവും ക്ഷമയും ആ കമ്പാഷനും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിയിട്ടുള്ള ഒരാളാണ്. അത്രയ്ക്കൊന്നും ആവാൻ പറ്റില്ലെങ്കിലും കൂടെ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ചേച്ചിയെപ്പോലത്തെ ഒരു ചേച്ചി ആവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്നെപ്പോലെ കുറേ കുട്ടികൾ അനിയത്തിമാരായിട്ടും ശിഷ്യരായിട്ടൊക്കെ ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ഇതേ ഫീലോട് കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ ലൈഫിലെ എല്ലാവർക്കും, ഗൗരിക്കും ഗൗതമിനും പറയണ ഞങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചിയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കുറേ കാലം ഇതുപോലെ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്, ലവ് യു.